Jesus. Praise the Lord. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ വരുന്ന ശാപങ്ങളെ കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുലിഖിതങ്ങളിലൂടെയും വലിയ വിടുതലും സൗഖ്യവും നൽകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, പാവനാത്മാവേ, നിത്യസഹായക, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമാ വരദാനമേകാനാ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, നിത്യസഹായക, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമാ വരദാനമേകാനാ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ മേൽ നിറഞ്ഞതുപോലെ, ശ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞതുപോലെ ദൈവ സമൂഹത്തിന് മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ആദിമ സഭയിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും നിറയണമേ പരിശുദ്ധാത്മാവേ. ശ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. ശ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. സ്തോത്രം പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ ശാപകരമായ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ആരും വിചാരിക്കുന്നതിനേക്കാൾ വലിയ നാശകരമായ സ്വാധീനമുണ്ടെന്നാണ് തിരുലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം. തകർന്നു കിടന്ന ജെറീക്കോ കോട്ടയുടെ മുകളിൽ നിന്ന് ജോഷുവ ശപഥപൂർവം ശാപകരമായ വാക്ക് ഉരുവിട്ടു. ജോഷുവ പറഞ്ഞു, ഇനി ആര് ഇത് പുതുക്കി പണിതാലും അത് പുതുക്കി പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ അതിന്റെ അടിസ്ഥാനം ഇടാൻ ഒരുമ്പെടുമ്പോൾ അവന്റെ മൂത്ത മകനും അതിന്റെ കവാടങ്ങൾ നിർമ്മിക്കാൻ ഒരുമ്പെടുമ്പോൾ അവന്റെ ഇളയ മകനും മരിച്ചു പോകും. ജോഷുവ വലിയ വേദനയോടെയാണ് ഈ ശാപവാക്കുകൾ ഉതിർത്തത്. കാരണം ജെറീക്കോ കോട്ടയും ജെറീക്കോ നിവാസികളും ജെറീക്കോ രാജാവും ദൈവജനത്തിന് ഉണ്ടാക്കിയ മനോവിഷമവും വേദനയും നിസ്സാരമല്ല. കാനാൻ നാട്ടിലേക്കുള്ള യാത്രാമധ്യേ ജെറീക്കോ അവർക്ക് അവർണ്ണനീയമായ പ്രതികൂലവും ബുദ്ധിമുട്ടും ഉണ്ടാക്കി. ആ വേദനയുടെ പശ്ചാത്തലത്തിലാണ് ജോഷുവ ശാപകരമായ ഈ വാക്ക് ഉതിർത്തത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലം സമാഗതമായി. ഒരു പുതിയ രാജാവ് ഭരിക്കാൻ വന്നു. അങ്ങനെ ആ രാജാവ് ഈ ജെറീക്കോ ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിച്ചു. രാജാവ് വലിയൊരു തുക ഈ ജെറീക്കോ കോട്ടയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഒരു നല്ല കമ്മിറ്റിയെ നിയമിച്ചു. അങ്ങനെ ജെറീക്കോയുടെ പണി പുനരാരംഭിച്ചു. ജെറീക്കോ കോട്ടയുടെ പണി തുടങ്ങിയ അന്ന് തന്നെ രാജാവിന്റെ മൂത്ത മകൻ പെടഞ്ഞു മരിച്ചു. രാജാവും രാജ്യവും എന്റെ കഴിവിന്റെ പരമാവധി ഈ മൂത്ത മകന്റെ ജീവൻ പിടിച്ചു നിർത്താൻ പരിശ്രമിച്ചിട്ടുണ്ടാകണം. എന്തായാലും വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ പരിശ്രമങ്ങളെയും നിഷ്ഫലമാക്കിക്കൊണ്ട് രാജാവിന്റെ മൂത്ത മകൻ മരിച്ചു. ഈ മകന്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി രാജാവും രാജ്യവും ചെയ്ത എല്ലാ പരിശ്രമങ്ങളും വിഫലമാക്കി മൂത്ത മകൻ മരിച്ചു. രാജാവ് വിചാരിച്ചത് വിധിയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ആയുസ് ദൈവം അനുവദിച്ചിട്ടുള്ളതായിരിക്കാം എന്ന് ചിന്തിച്ച് അവൻ മുമ്പോട്ട് പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ദുഃഖമെല്ലാം അവസാനിച്ചപ്പോൾ വീണ്ടും പണി തുടർന്നു. കവാടം വെക്കേണ്ട ദിവസം വന്നു. കവാടം എടുത്തു വെച്ചതും രാജാവിന്റെ ഇളയ മകൻ പെടഞ്ഞു മരിച്ചു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകനും മരണത്തോട് മല്ലടിക്കുമ്പോൾ രാജ്യവും രാജാവും അവരുടെ കഴിവിന്റെ പരമാവധി ഈ മകന്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം അതിന്റെ കഴിവിന്റെ പരമാവധി ഈ മകന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. എന്നാൽ രാജാവിന്റെ ഇളയ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പടഞ്ഞു മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ശാപത്തിന്റെ പിടിയിലിരിക്കുന്ന കുടുംബത്തിന്റെ സ്ഥിതി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. അവന്റെ കാലത്ത് ബഥേലിലെ ഹിയേൽ ജെറീക്കോ പണിയിച്ചു. നൂനിന്റെ മകൻ ജോഷുവ പറഞ്ഞതനുസരിച്ച് നഗരത്തിന് അടിസ്ഥാനപ്പെടാൻ ഒരുമ്പെട്ടപ്പോൾ അവന്റെ മൂത്ത മകനും കവാടങ്ങൾ വെച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ ശാപവാക്ക് കാലഹരണപ്പെട്ടില്ല. ജോഷുവ ഈ ശാപവാക്ക് ഉതിർത്തതിന് ശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഹിയേൽ രാജാവ് ജെറീക്കോ പണിയിച്ചത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശാപവാക്കുകൾ കാലഹരണപ്പെട്ടില്ല. അത്രയും ശക്തിയുണ്ട് ശാപവാക്കുകൾക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ദൈവം തന്റെ മക്കളോട് ഒരു വലിയ ദൂത് കൊടുത്ത് കൽപ്പിക്കുകയാണ്. ദൈവം ഇങ്ങനെയാണ് കൽപ്പിക്കുന്നത്: നിന്നെ മനംനൊന്ത് ശപിക്കാൻ നീ ആർക്കും ഇടം നൽകരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. നിന്നെ മനം നൊന്ത് ശപിക്കാൻ നീ ആർക്കും ഇടം നൽകരുത്. അത് ഒരു വ്യക്തിയുടെ മേലാണെങ്കിലും, ഒരു കുടുംബത്തിന്റെ മേലാണെങ്കിലും, ഒരു വാഹനത്തിന്റെ മേലാണെങ്കിലും, ഒരു ദേശത്തിന്റെ മേലാണെങ്കിലും ശാപവാക്ക് പറഞ്ഞാൽ അത് ഫലിക്കും. സാമൂൽ പ്രവാചകൻ 2-ാം പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം: ദൈവത്തിന്റെ അഭിഷിക്തനായ സാവൂൾ രാജാവും മക്കളും വധിക്കപ്പെട്ടെന്ന വാർത്ത കേട്ടപ്പോൾ ദാവീദ് രാജാവിന് വലിയ വേദനയുണ്ടായി. ദാവീദ് രാജാവ് മനം നൊന്ത് കരഞ്ഞു. ദാവീദ് രാജാവ് സാവൂളിന്റെ മകനൊക്കെ വധിക്കപ്പെട്ട ആ മല നോക്കിയിട്ട്, ഗിൽബോവ പർവ്വതങ്ങളെ നോക്കിയിട്ട് ദാവീദ് രാജാവ് ഇങ്ങനെ വേദനയോടെ പറഞ്ഞു: അല്ലയോ ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ ഇനി മഴയോ മഞ്ഞോ പെയ്യാതിരിക്കട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗിൽബോവ പർവ്വതങ്ങൾ, ദാവീദ് രാജാവിന്റെ ഈ ശാപവാക്കുകൾ ഉതിർത്ത ഗിൽബോവ പർവ്വതങ്ങൾ ഇന്നും മൊട്ടക്കുന്നുകളായി കിടക്കുകയാണ്. അവിടെ ഇന്നും വൃക്ഷങ്ങളോ വനങ്ങളോ വേരുപിടിച്ചിട്ടില്ല. മൊട്ടക്കുന്നുകളായി ഇന്നും അവ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തികളുടെ മേൽ മാത്രമല്ല, ഭവനത്തിന്റെ മേലും കുടുംബങ്ങളുടെ മേലും നാടിന്റെ മേലും ദേശത്തിന്റെ മേലും ശാപം ബാധിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ: ശാപത്തിന്റെ പിടിയിൽ കിടന്ന ഒരു ദേശത്ത് വസിച്ച ജനം, അവരുടെ അനുഭവം ഏലീഷ പ്രവാചകനോട് പറയുന്ന രംഗം നാം വായിക്കുന്നുണ്ട്. ആ ജനം ഏലീഷ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. ഏലീഷ പ്രവാചകനോട് ജനം പറഞ്ഞു: നോക്കൂ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്. എന്നാൽ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഇവിടെ എന്ത് ചെയ്താലും ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല, ഫലശൂന്യമാണ്. ഇവിടുത്തെ വെള്ളം ആരോഗ്യകരമാണ്. ഈ വെള്ളം പോലും മനുഷ്യന് ദോഷകരമാണ്. ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഇതാണ് നഗരവാസികളുടെ അനുഭവം. നഗരവാസികൾ ആ കാര്യം എലീഷയോട് പറഞ്ഞു. എലീഷ ഉടനെ തന്നെ അവരോട് പറഞ്ഞു: ഒരു പുതിയ പാത്രം കൊണ്ടുവരിക, ആ പാത്രത്തിൽ ഉപ്പിടുക, എന്നെ ഒരു ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. എലീഷ പറഞ്ഞത് പ്രകാരം ദൈവജനം അവരെ ഒരു ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എലീഷ ആ ഉപ്പ് കരങ്ങളിലെടുത്ത് ഉറവേലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു: കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇത് ശുദ്ധീകരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. എലീഷയുടെ വചനം അനുസരിച്ച് ഇന്നും ആ വെള്ളം ശുദ്ധമാണ്. നോക്കുക, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നൊരു ശാപം അഴിക്കാൻ എലീഷായ്ക്ക് 1 സെക്കൻഡ് മാത്രം മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം ശാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു കുടുംബമാകാം. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം നോക്കി ശപിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ഗുരുഭൂതന്മാർ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളെ നോക്കി ശാപവാക്കുകൾ ഉതിർത്തിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ആ ശാപവാക്കുകളുടെ ആധിപത്യങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ സകല ശാപങ്ങൾക്ക് മോചനമുണ്ട്.
യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനുമായി പൂജിച്ച് ഈ നിമിഷം നിങ്ങൾ യേശുവിനെ വിളിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല ശാപങ്ങൾക്കും വിടുതലുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം, നാം ശപിക്കപ്പെട്ടവരാകാതിരിക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി മാറി. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കണ്ണടച്ച് 2 കരങ്ങൾ ഉയർത്തി ശാപ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഇപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും ശാപവും അതിന്റെ ആധിപത്യങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. അഴിഞ്ഞിടട്ടെ, അഴിഞ്ഞിടട്ടെ, ശാപക്കെട്ടുകൾ അഴിഞ്ഞിടട്ടെ. അഴിഞ്ഞിടട്ടെ, അഴിഞ്ഞിടട്ടെ, ശാപക്കെട്ടുകൾ അഴിഞ്ഞിടട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ. അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ. അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ. സകല മനുഷ്യരുടെയും പാപങ്ങളും ശാപങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ പിടഞ്ഞു മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ നിമിഷങ്ങളിൽ ഹൃദയപൂർവ്വം ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ ആരാധിച്ച് യേശുവിനെ നാമം വിളിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വംശത്തിലും നമ്മുടെ പറമ്പിലും നമ്മുടെ കാലാവസ്ഥയിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലുള്ള സകല ശാപത്തിന്റെയും കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സഭയ്ക്ക് നൽകപ്പെടുന്ന അധികാരം ഉപയോഗിച്ച്, അപ്പോസ്തലന്മാർക്ക് നൽകപ്പെടുന്ന അധികാരം ഉപയോഗിച്ച്, നിങ്ങൾ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കുമെന്ന അധികാരം ഉപയോഗിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും ഒത്തിരി കാലങ്ങളായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ശാപമുണ്ടെന്ന് തോന്നുന്ന ഓരോ മേഖലകളെ സമർപ്പിച്ച് 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തി നിങ്ങൾക്ക് ഹൃദയബോധ്യത്തോടെ ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുക, യേശുവിനെ ആരാധിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, വിടുതലിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ യേശുവിനെ വിളിക്കുക, ഉറക്കെ യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ.
കെട്ടുകൾ അഴിഞ്ഞിടട്ടെ വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ ശാപങ്ങൾ വിട്ടുപോകട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ വൻശാപങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ ബന്ധനം അഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിപ്പാൻ ബന്ധനം അഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിപ്പാൻ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തലമുറകളായി ശാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന തലമുറകളെ ശാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന വംശങ്ങളെയും കുടുംബങ്ങളെയും ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാപത്തിന്റെ കെട്ടുകൾ അഴിച്ചു വിടുവിക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ സമൂഹത്തിലേക്കും ഓരോ വ്യക്തികളിലേക്കും കടന്നു വന്നിട്ടുള്ള എല്ലാ ശാപക്കെട്ടുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിച്ചു വിടുവിക്കുന്നു. ശാപങ്ങളും അതിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പാപശാപ ബന്ധനങ്ങൾ നിർവീര്യമാകട്ടെ. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്തെ തകരട്ടെ പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്തെ തകരട്ടെ പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്തെ തകരട്ടെ പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്തെ തകരട്ടെ അഴിഞ്ഞിടട്ടെ അഴിഞ്ഞിടട്ടെ ശാപക്കെട്ടുകൾ അഴിഞ്ഞിടട്ടെ 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 ശാപക്കെട്ടുകൾ അഴിഞ്ഞിടട്ടെ ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓരോ ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓരോ വ്യക്തികൾക്ക് ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. പാരമ്പര്യമായ ശാപബന്ധനങ്ങൾ അഴിയട്ടെ. ഓരോ സമൂഹത്തേക്ക് ശാപത്തിന്റെ ആധിപത്യം നിർവീര്യമാകട്ടെ. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ തലമുറകളായി പകർന്നു വന്ന ശാപക്കെട്ടുകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്താൽ അഴിഞ്ഞിടട്ടെ പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്താൽ അഴിഞ്ഞിടട്ടെ എന്റെ പേര് തോമസ്, പെരുവണ്ണാമൊഴി ശാലോം ട്രസ്റ്റിന്റെ തൊട്ടടുത്ത്. ഞാനൊരു 8 വർഷം മുന്നേ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വീണപ്പോൾ ഇവിടെ ഒരു പരിക്ക് പറ്റി. അന്ന് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ഒരു പൊട്ടുണ്ട്, ഇവിടെ പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കെട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കെട്ടിയില്ല. ഇപ്പൊ 8 വർഷമായി. ഓരോ വർഷവും എനിക്ക് വേദന കൂടിക്കൂടി വരുന്നു. ഈ വർഷം എനിക്ക് വലിയ വേദനയായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ഞാൻ ഇതിനു വേണ്ടി ഓരോ വർഷം കഴിയുന്നൊരു വേദന കൂടിക്കൂടി വരുമായിരുന്നു. ഈ വർഷം എനിക്ക് ഭാരപ്പെട്ട ഒരു പണി എടുക്കാൻ പറ്റില്ലായിരുന്നു. ഒരു കല്ലെടുത്ത് എറിയാൻ പോലും പറ്റുകയില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ധ്യാനത്തിന് കൂടി എനിക്ക് മിനിങ്ങാന്ന് ഇത് മാറിയിരുന്നു. പക്ഷെ എനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ 2 കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു നോക്കി. നമ്മുടെ തോമായുടെ സന്തതിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് എനിക്ക് വളരെ സൗഖ്യമുണ്ട്. കല്ല് എറിയാൻ പറ്റിയായിരുന്നോ? കല്ലെറിയാൻ പറ്റി ശരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യമായിട്ട് ധ്യാനം കൂടിയാണ്. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഏതായാലും നന്നായിട്ട് ധ്യാനം കൂടാൻ സാധിച്ച ഇത് കല്ലൊക്കെ എറിഞ്ഞപ്പോ നല്ല സുഖം, കുഴപ്പമൊന്നും ബുദ്ധിമുട്ട് തോന്നിയില്ല. ഒരുപാട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അഭ്യാസം കളിച്ചു നോക്കി. മാറിയൊന്ന് പ്രൈസ് ദി ലോർഡ്. ഒരുപാട് അഭ്യാസങ്ങൾ ഇന്നലെ കൈ കൊണ്ട് ചെയ്ത് നോക്കി. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. എന്തായാലും ആ മാറിയന്റെ അത്ഭുത 8 വർഷമായി സഹിച്ച വേദനയാണ്.
അത് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. യേശുവിനെ ആരാധിച്ച്, യേശുവിനെ സ്തുതിച്ച്, യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ ശക്തി ഈ ശരീരത്തിലേക്ക് വ്യാപരിച്ച് ശരീരത്തിൽ നിന്ന് 8 വർഷമായ, ഓരോ വർഷം കഴിയുന്നവർ കൂടിക്കൂടി വന്നിരുന്ന, ഒരു കല്ല് എടുത്ത് എറിയാൻ പോലും പറ്റാത്ത വിധം പീഡയായിരുന്ന ഈ കൈ ഇപ്പോൾ അത്ഭുതകരമായി സുഖപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടാൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. പേര് ജോർജ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മനക്കുടിയിൽ നിന്ന് വരുന്നതാണ്. ഒരു 15 വർഷം മുന്നേ എന്റെ കയ്യിൽ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര തെരിപ്പായിരിക്കും. അങ്ങനെ ഞാൻ ന്യൂറോന്റെ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ ഇതിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാണ്ട് വേറെ മാർഗമൊന്നുമില്ലാന്ന്. ഞാൻ തൃശ്ശൂർ ഒരു ബിസിനസ് ചെയ്യുന്നതാണ്. തൽക്കാലം എനിക്ക് അതിന് പോകാൻ പറ്റാത്ത കാരണം ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ധ്യാനം കൂടുന്നത്. ഞാനും 3 മക്കളും കൂടി വന്നിറക്കുന്നത്. അതുപോലെ തന്നെ എന്റെ താഴെ 2 കുട്ടികൾക്ക് വെറുതെ വെള്ളം തലയിൽ വീത്തി കുളിപ്പിച്ചു കഴിഞ്ഞാൽ ജലദോഷം തുമ്മലൊക്കെ വരും. ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ മാതാവിന്റെ ഒരു വെളിച്ചെണ്ണ തന്നു. ഞാൻ ഇന്നലെ ഇന്നും അതറിയാനായിട്ട് ഞാൻ തലയിലൊഴിച്ച് കുളിപ്പിച്ചു നോക്കി. യാതൊരു പ്രശ്നമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ന്യൂറോയുടെ പ്രോബ്ലം ഇത് എത്ര നാളെ? 15 വർഷമായിട്ടുള്ള 15 വർഷമായിട്ടുള്ള പ്രോബ്ലമാണ്. ഭാരം ഒന്നും എടുക്കാൻ പറ്റില്ല, കൈക്ക് ബലക്കുറവ് പോലെ. ഓപ്പറേഷൻ ചെയ്താലും ശരിയാവില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു ഡോക്ടർ. കുറച്ച് നാൾ ഇപ്പൊ അങ്ങനെ കൈക്ക് നല്ല ബലായോ? അല്ല, തരിപ്പാണ്. കൈ പിടിച്ചാൽ നമുക്ക് ഇത് ഉണ്ടെന്ന് അറിയില്ല. അതുമാതിരി ആയിരിക്കും തരിപ്പ്. കൈക്ക് തരിപ്പ്. ഇപ്പൊ അത് മാറിയോ? ഇപ്പൊ മാറി. ഞാൻ ആദ്യമായിട്ട് 15 വർഷമായ ഈ കൈയുടെ തരിപ്പ് വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞരമ്പ് സംബന്ധമായ പ്രശ്നമാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ 3 മക്കളായിട്ട് വന്നത്. ബിസിനസ്സിൽ ഭയങ്കര തകർച്ചയായിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടിയതിനു ശേഷം വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു പ്രവണതയിൽ വന്നത്. യേശുവേ. പക്ഷെ ഇപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാ നീ ധൈര്യമായി വീട്ടിൽ പോക്കോ, നിനക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. മനസ്സിന് ശക്തിയും ധൈര്യവും അതുപോലെ ആത്മഹത്യ പ്രവണത എടുത്തു മാറ്റി ആ പീഡയിൽ നിന്ന് വിടുതലും കൊടുത്ത് കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ച്. കൈയുടെ തരിപ്പ് പോയി അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ആത്മഹത്യ ചെയ്യണമെന്നുള്ള പീഡ എടുത്തു മാറ്റി കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. എഴുന്നേറ്റ് പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറാനാത്ത പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അടയാളങ്ങളും വ്യക്തികളിലും കുടുംബങ്ങളിലും വർഷിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളെ എഴുതി അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്.